നമസ്കാരം, ഞാൻ മുകേഷ് ലാൽ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ബിജെപിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്ന ജീർണവസ്തുവായി കോൺഗ്രസ് മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. ജനദ്രോഹ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസും ബിജെപിയും ഒറ്റക്കെട്ടാണെന്നും ബേബി ജോൺ. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ പോലും അംഗീകരിക്കാനാവാത്ത നേതാക്കളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളതെന്ന് UDF സ്ഥാനാർത്ഥി KP ധനപാലൻ. വികസന കാര്യങ്ങളാണ് ചർച്ച നടത്തിയതെന്ന് LDF സ്ഥാനാർത്ഥി ജയദേവൻ. പെരിഞ്ഞനത്ത് കാട്ടൂർ സ്വദേശി നവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. പ്രമുഖ വാദ്യമേള കലാകാരൻ തൃപ്പേക്കുളം അച്യുതമാരാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന്. കുന്നംകുളത്തെ പ്രാദേശിക ചാനലായ CCTVയുടെ കൂനമ്മൂച്ചി, മറ്റം, പന്നിശ്ശേരി മേഖലകളിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ കുത്തക കമ്പനിയാണെന്ന് COA. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്ന ജീർണവസ്തുവായി കോൺഗ്രസ് മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പറഞ്ഞു. LDF തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തകർച്ചയിൽ നിന്ന് കോൺഗ്രസ് പാഠങ്ങൾ പഠിച്ചില്ല. ജനങ്ങളെ മറന്ന കോൺഗ്രസ് പരാജയത്തിലേക്കാണ് നീങ്ങുന്നത്. ജനദ്രോഹ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസും പ്രതിപക്ഷമായ BJPയും ഒറ്റക്കെട്ടാണ്. KP ധനപാലനെ ദരിദ്രപാലനാക്കാനാണ് തൃശൂരിലേക്ക് സ്ഥാനാർത്ഥിയായി അയച്ചതെന്നും ബേബി ജോൺ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് BJPക്ക് മുന്നിൽ വെച്ചരച്ച് അടിയറവ് പറയാൻ വിധിക്കപ്പെട്ട ഒരു ജീർണ വസ്തുവായി നമ്മളെ മുമ്പിൽ നിൽക്കുകയാണ്. കള്ളന് കഞ്ഞിവെച്ച് ജനവഞ്ചന കുലത്തൊഴിലാക്കി വാക്ക് കീറച്ചാക്കാക്കി കടന്നുപോയ ചാക്കോവിനെ തോൽപ്പിക്കാൻ ഒരവസരം കിട്ടിയില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമാണ് തൃശ്ശൂർക്കാർക്ക് ഉണ്ടാവുക എന്നാണ് എന്റെ മനസ്സിലുള്ളത്. പകരം വന്ന ചരക്കിനെ പറ്റി ഞാൻ ജനവഞ്ചകനായ ചാക്കോയെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന വിഷമമാണ് തൃശൂരിലെ ജനങ്ങൾക്കുള്ളത്. ചാക്കോ ചാലക്കുടിയിലേക്ക് സ്ഥാനാർത്ഥിയായി പുറപ്പെട്ടപ്പോൾ വേണ്ട എന്ന് പറയാൻ ധനപാലൻ തന്റെ ഇടം കാണിക്കേണ്ടതായിരുന്നുവെന്നും ആർക്കും വേണ്ടാത്ത ധനപാലനെ പേറാൻ തൃശൂർക്കാർക്ക് താൽപര്യമില്ലെന്നും ബേബി ജോൺ കൂട്ടിച്ചേർത്തു. CPI നേതാവും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. MLA മാരായ K രാധാകൃഷ്ണൻ, VS സുനിൽകുമാർ, ഗീതാ ഗോപി, KV അബ്ദുൽ ഖാദർ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി KE ഇസ്മയിൽ, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, LDF തൃശൂർ ജില്ലാ ലോക്സഭാ സ്ഥാനാർത്ഥി CN ജയദേവൻ, സാഹിത്യകാരന്മാരായ C രാവുണ്ണി, വൈശാഖൻ, PT കുഞ്ഞു മുഹമ്മദ്, സംവിധായകരായ പ്രിയനന്ദനൻ, അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ പോലും അംഗീകരിക്കാനാവാത്ത നേതാക്കളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളതെന്ന് തൃശൂർ UDF സ്ഥാനാർത്ഥി KP ധനപാലൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് കോൺഗ്രസിൽ അന്തിമം. അത് പ്രവർത്തകർ ഒറ്റക്കെട്ടായി അനുസരിക്കും. താൻ സമ്മതിച്ചുകൊണ്ടാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയായതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ഇരുമ്പ് മുറയുള്ള പാർട്ടിയിൽ നടക്കുന്നതൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരിക്കലും അങ്ങനെ നടക്കുന്നില്ല. ഒരു പാർട്ടിയുടെ ഉന്നതാധികാര സഭ ഞങ്ങളുടെ ഹൈക്കമാൻഡാണ്. ഞങ്ങളുടെ ഹൈക്കമാൻഡ് പറഞ്ഞാൽ പിന്നീട് ഒരക്ഷരം അപ്പുറത്തേക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തക നേതാക്കന്മാരെ പോകില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഒരു താരതമ്യം ചെയ്താൽ ഏത് പാർട്ടിയേക്കാൾ അച്ചടക്കം നേതൃത്വത്തിൽ അംഗീകരിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സാണ്. ഏതൊരാൾക്കും ഏതൊരു പ്രസ്ഥാനത്തിനും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനും കൂടി സമ്മതിച്ചതുകൊണ്ടാണ് എന്റെ സമ്മതത്തോടു കൂടിയാണ് തൃശൂർ സ്ഥാനാർത്ഥിയായത്. തൃശൂരിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു സീറ്റ് കൂടുതലെങ്കിലും നേടുമെന്നും അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാമെന്നും ധനപാലൻ കൂട്ടിച്ചേർത്തു. ചാലക്കുടിയിൽ തന്നെ മത്സരിക്കാനായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ പാർട്ടിയുടെ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, സെക്രട്ടറി KC അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി.
UDF സ്ഥാനാർത്ഥി KP ധനപാലൻ, LDF സ്ഥാനാർത്ഥി CN ജയദേവൻ, BJP സ്ഥാനാർത്ഥി KP ശ്രീശൻ എന്നിവരാണ് ബിഷപ്പ് ഹൌസിലെത്തി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാവിലെ 8:30 LDF സ്ഥാനാർത്ഥി CN ജയദേവനാണ് ആദ്യം ബിഷപ്പ് ഹൌസിൽ എത്തിയത്. CPI നേതാക്കളായ KP രാജേന്ദ്രൻ, P ബാലചന്ദ്രൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വികസന കാര്യങ്ങളാണ് ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തിയതെന്നായിരുന്നു CN ജയദേവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രാഷ്ട്രീയ പിന്തുണയുടെ പ്രശ്നം ഞങ്ങൾ ഡിസ്കസ് ചെയ്തില്ല, മറിച്ച് തൃശ്ശൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻകൈ എടുക്കണമെന്നുള്ള ഉപദേശമാണ് അദ്ദേഹം പ്രധാനമായിട്ടും നൽകിയത്. തൃശ്ശൂരിന് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹം പറയുകയും ചെയ്തു. രാവിലെ 10 മണിയോടെ UDF സ്ഥാനാർത്ഥി KP ധനപാലനും ബിഷപ്പ് ഹൌസിലെത്തി. MP വിൻസെന്റ് MLA, DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മേയർ രാജൻ ജെ ബല്ലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം TJ സനീഷ് കുമാർ എന്നിവരും KP ധനപാലനോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് 15 മിനിറ്റോളം അടച്ചിട്ട മുറിയിൽ ആർച്ച് ബിഷപ്പുമായി ഇവർ ചർച്ച നടത്തി. PC ചാക്കോ MPയെ തൃശൂരിൽ നിർത്തുന്നതുമായി സംബന്ധിച്ച് സഭയ്ക്ക് എതിർപ്പുണ്ടെന്ന വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ KP ധനപാലനെ നിർത്തിയതിലുള്ള സഭയുടെ അഭിപ്രായം സംബന്ധിച്ച് പ്രതികരിക്കാൻ ആർച്ച് ബിഷപ്പും തയ്യാറായിട്ടില്ല. ആർച്ച് ബിഷപ്പ് തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയതായി സന്ദർശനത്തിന് ശേഷം KP ധനപാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ വേണ്ടത്ര വികസനം ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ വികസനത്തിന് മുൻതൂക്കം നൽകണമെന്ന് ബിഷപ്പ് പറഞ്ഞതായും ബിഷപ്പിനെ സന്ദർശിച്ചതോടെ തന്നിൽ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിച്ചതായും ധനപാലൻ അഭിപ്രായപ്പെട്ടു. തൃശ്ശൂരിന് വേണ്ട വിധത്തിലുള്ള ഒരു പുരോഗമനവും വികസനവും ഉണ്ടായിട്ടില്ല. അത് മാറി മാറി വന്ന സർക്കാരുകളുടെ മുമ്പിലൊക്കെ വെച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപദേശമായിട്ട് വന്നത്. അദ്ദേഹം മനസ്സ് അറിഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് പിന്തുണ തന്നു. പൂർണ്ണമായും പിന്തുണ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. അത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണക്കാൻ പറ്റില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹവും അദ്ദേഹം നൽകുകയുണ്ടായി. 10:30 BJP സ്ഥാനാർത്ഥി KP ശ്രീശനും ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പിനെ സന്ദർശിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് ആത്മീയാചാര്യന്റെ അനുഗ്രഹവും പിന്തുണയും തേടിയാണ് ഈ സന്ദർശനമെന്നും തൃശൂരിന്റെ വികസനത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടതായും ശ്രീശൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു ആത്മീയാചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് ഞാൻ ആദ്യമായിട്ട് പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടി. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സന്തോഷത്തോടുകൂടിയാണ്, പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, പെപ്പിൻ ജോർജ് എന്നിവരും ശ്രീശനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. പെരിഞ്ഞനത്ത് കാട്ടൂർ സ്വദേശി തളിയപ്പാടത്ത് നവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തു. കേസിലെ ഗുണ്ടാസംഘങ്ങളും കല്ലൂർ സ്വദേശികളുമായ ചെറുവാൾക്കാരൻ വീട്ടിൽ റിൻഡോ, അറക്കൽ വീട്ടിൽ സലേഷ്, ചിറ്റിയത്ത് ബിഥുൻ, CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നെല്ലിപ്പറമ്പ് രാമദാസൻ, CPM പ്രവർത്തകരായ പെരിഞ്ഞനം സ്വദേശി നയക്കൽ വീട്ടിൽ പാപ്പൻ എന്ന് വിളിക്കുന്ന ഉദയകുമാർ, കയ്പമംഗലം ചുള്ളിപ്പറമ്പിൽ ഹബീബ്, പെരിഞ്ഞനം സ്വദേശി കിഴക്കേടത്ത് സനീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വളരെ നാളുകളായി പെരിഞ്ഞനം മതിലകം ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന BJP CPM രാഷ്ട്രീയ വിരോധത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് തൃശൂർ റൂറൽ SP N വിജയകുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർക്കൊന്നും ഒരു നാട്ടുകാരുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇവരെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാരണവും കാണുന്നില്ല. പല സ്ക്വാഡുകൾ ഉണ്ടാക്കി ഈ സംശയം ഈ കൊട്ടേഷൻ ഗ്യാങ് ആയിരിക്കും, ഇത് ആള് മാറി വെട്ടിയതായിരിക്കും എന്ന് അവസാനം ഒരു നിഗമനം വന്നു. അതായിരിക്കും അറ്റാക്കിന് കാരണമെന്ന് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റി. അതായിരിക്കും ഈ സംഭവത്തിന്റെ ബാക്കിൽ. അറസ്റ്റിലായ ലോക്കൽ സെക്രട്ടറി രാമദാസിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ വിരോധികളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് വിളിച്ചുവരുത്തിയ ഗുണ്ടാസംഘം ആളുമാറിയാണ് നവാസിനെ കൊലപ്പെടുത്തിയതെന്ന് SP പറഞ്ഞു. കൊല്ലപ്പെട്ട നവാസും മുഖമൂടി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയവരും സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലെന്ന് SP പറഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ പുറകിലുള്ള കുളത്തിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. കൊലയാളി സംഘം സഞ്ചരിച്ച ഓട്ടോറിക്ഷയും ബൊലോറോ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെ പിടികൂടാനുണ്ടെന്നും
കൃത്യത്തിന് ഉപയോഗിച്ച കൂടുതൽ ആയുധങ്ങളും സംഭവ ദിവസം പ്രതികൾ ധരിച്ച വസ്ത്രങ്ങളും കണ്ടെടുക്കാനുണ്ടെന്നും SP അറിയിച്ചു. കൊടുങ്ങല്ലൂർ SI KV പീറ്റർ, SIമാരായ MK രമേശ്, PK പത്മരാജൻ, അഡീഷണൽ SI മണിലാൽ, ASI ടോണി, സീനിയർ CPOമാരായ ഫ്രാൻസിസ്, രവി, ബിജു, പ്രദീപ്, ഹബീബ്, NK അനിൽ, PC സുനിൽ, ജിജോ, സൂരജ്, അഷ്റഫ്, പ്രദീപ്, സഞ്ജയൻ, ഉമേഷ്, റോയ് പൗലോസ്, മുരുകദാസ്, പ്രജീഷ്, ഷഫീർ ബാബു എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രമുഖ വാദ്യമേള കലാകാരൻ തൃപ്പേക്കുളം അച്യുതമാരാർ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇരിങ്ങാലക്കുടയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിന് പ്രാമാണിത്വം വഹിച്ചിട്ടുള്ള അച്യുതമാരാർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വര ക്ഷേത്രം, ആറാട്ടുപുഴ, പെരുവനം, മൂരകം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ പൂരങ്ങൾക്കും മേളപ്രാമാണിത്വം വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, പല്ലാവൂർ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പരേതയായ പത്മാക്ഷി മാരസ്യാരാണ് തൃപ്പേക്കുളത്തിന്റെ ഭാര്യ. രാധ, ഇന്ദിര, ശ്യാമള, വേണുഗോപാലൻ, രാജലക്ഷ്മി എന്നിവർ മക്കളാണ്. മേളത്തിനായി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ കലാകാരനായിരുന്നു തൃപ്പേക്കുളം അച്യുതമാരാർ. മേളത്തിലുള്ള മികവും ആദരവും പിടിച്ചുവാങ്ങിയ വ്യക്തിയല്ല തൃപ്പേക്കുളം. കലാകേരളം അദ്ദേഹത്തിന് നൽകിയ അംഗീകാരമായിരുന്നു അത്. തിമിലയിലും ചെണ്ടയിലും ഇടക്കിയിലും തകിലിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ആ പ്രതിഭ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്സവങ്ങൾക്ക് മേളപ്രമാണം വഹിച്ച അച്യുതമാരാർ ആറാട്ടുപുഴയിലും പെരുവനത്തും തൃശൂർ പൂരത്തിനും ആസ്വാദകരെ വിസ്മയത്തിൽ ആറാടിച്ചിട്ടുണ്ട്. അന്നമനട പരമേശ്വരന്മാരാർ, നെല്ലിക്കൽ നാരായണപ്പണിക്കർ, തൃപ്പേക്കുളം ഗോവിന്ദമാരാർ എന്നിവരുടെ ശിക്ഷണത്തിൽ തെളിഞ്ഞ അച്യുതമാരാർ അവരുടെ ശൈലി തന്നെയാണ് പ്രചരിപ്പിച്ചത്. പഞ്ചാരിയിലെന്ന പോലെ പാണ്ടിയിലും ഒരുപോലെ തികഞ്ഞ കലാകാരനായിരുന്നു തൃപ്പേക്കുളം. കാലനിയന്ത്രണത്തിൽ അദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. ഒരു ദശാബ്ദത്തിലേറെ കാലം തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളപ്രമാണിയായിരുന്നു. പല്ലാവൂർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ച തൃപ്പേക്കുളത്തിനെ 2012-ൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചു. ഇത്രയേറെ ബഹുമതികൾ ലഭിച്ച ഒരു കലാകാരനായിരുന്നിട്ടും പ്രശസ്തിക്കും പദവിക്കും പുറമെ അദ്ദേഹം പോയില്ല. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ സംയുക്തമായി വീരശൃംഖല നൽകി ആദരിച്ചിട്ടുണ്ട് ഈ കലാകാരനെ. നാദവിസ്മയം പകർന്ന ആ വിരലുകളുടെ ചലനം നിലച്ചിരിക്കുന്നു. ഒരു ഉത്സവകാലത്താണ് ആ മേളപ്രതിഭ വിട പറഞ്ഞത് എന്നത് യാദൃശ്ചികം മാത്രമാകാം. TCV തൃശൂർ. കുന്നംകുളത്തെ പ്രാദേശിക ചാനലായ CCTVയുടെ കൂനമൂച്ചി, മറ്റം, പന്നിശ്ശേരി മേഖലകളിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് കേബിളുകൾ നശിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെയാണ് കേബിളുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതുമൂലം മേഖലയിലെ 4000-ഓളം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള കേബിൾ TV സംപ്രേഷണം തടസ്സപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായും സംഭവത്തിന് പിന്നിൽ കുത്തക കമ്പനിയാണെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് VK പ്രമോദ് അധ്യക്ഷത വഹിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ എബ്രഹാം ലിങ്കൻ, അസോസിയേഷൻ ഗുരുവായൂർ മേഖല പ്രസിഡന്റ് പോൾ ജേക്കബ്, സെക്രട്ടറി RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളതെന്ന് ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോ അഭിപ്രായപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും PC ചാക്കോ എറണാകുളത്ത് പറഞ്ഞു. UPA സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പരാജയപ്പെട്ടു. അതുപോലെ അഴിമതി ആരോപണങ്ങൾ ചെറുക്കുന്ന കാര്യത്തിലും പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ വിമുഖത കാട്ടിയതും വലിയ തിരിച്ചടിയായതായി PC ചാക്കോ പറഞ്ഞു. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാലും സംസ്ഥാനത്ത് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തും. ഇതാണ് ചരിത്രമെന്നും PC ചാക്കോ പറഞ്ഞു. 10 വർഷമായി UPA സർക്കാർ നടത്തിവരുന്ന ജനോപകാര പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് വാസ്തവമാണെന്ന് PC ചാക്കോ പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതാ കാര്യാലയത്തിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ചാക്കോ. ഇതിന് പ്രധാനമന്ത്രിയെപ്പോലെ താനും കാരണക്കാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരുന്നെങ്കിൽ നിഷ്പ്രയാസം UPA സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമായിരുന്നുവെന്നും ഇപ്പോഴും UPAയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു.
കലാഭാരതി നൃത്തോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മീഡിയ അവാർഡ് TCV ചാനലിന് 10,000 രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് റീജിയണൽ തിയേറ്ററിലാണ് അവാർഡ് ദാന ചടങ്ങും കലാസന്ധ്യയും നടക്കുക. TCVക്കുള്ള പുരസ്കാരം തൃശൂർ ടെലിവിഷൻ സാരഥികളായ ജോഷി വടക്കൻ, മനോജ് കല്ലാറ്റി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങും. പ്രൊഫസർ ജോർജ് എസ് പോൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ EP ജയരാജൻ MLA പുരസ്കാരദാനം നിർവഹിക്കും. കലാഭാരതി ദേശീയ യുവ നൃത്ത പ്രതിഭ അവാർഡ് ദാനവും ഇതോടൊപ്പം നടക്കും. 33 യുവ നർത്തകരിൽ നിന്നാണ് വിവിധ വിഭാഗങ്ങളിലായി 9 പേർക്ക് പുരസ്കാരം നൽകുന്നത്. അവാർഡ് ദാന ചടങ്ങിന് ശേഷം പ്രതീക്ഷ കാശി അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി, പവിത്ര ഭട്ട് അവതരിപ്പിക്കുന്ന ഭരതനാട്യം, RLV രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, മീര ശ്രീനാരായണൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം, സുഷ്മിത ദത്ത അവതരിപ്പിക്കുന്ന കഥക് എന്നിവ അരങ്ങേറുമെന്ന് കലാഭാരതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ KI ഷബീർ അറിയിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് 2 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടിക്ക് വേണ്ടി P സോമൻപിള്ളയാണ് ആദ്യ പത്രിക സമർപ്പിച്ചത്. ചേർത്തല സ്വദേശി ചാക്കോ ജോർജാണ് പത്രിക സമർപ്പിച്ച മറ്റൊരു വ്യക്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി ക്ഷേത്രം മോദിക്കൻ കുടുംബാംഗമായ പഴയത്ത് മനയിൽ സതീശൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. മേൽശാന്തിയാവാൻ നേരത്തെ 17 തവണ അപേക്ഷ നൽകിയിരുന്ന ഇദ്ദേഹം ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയാകുന്നത്. 45 വയസ്സുള്ള ഇദ്ദേഹം പഴയത്ത് ഇട്ടിരവി നമ്പൂതിരിയും പൊട്ടക്കുഴി ശാന്ത അന്തർജനത്തിന്റെയും മകനാണ്. ഒറ്റപ്പാലം മേച്ചേരി മനയിൽ ഷീജ അന്തർജനമാണ് ഭാര്യ. വിദ്യാർത്ഥിനികളായ ശ്രീരഞ്ജിനി, ശ്രീവിദ്യ എന്നിവർ മക്കളാണ്. ഭാര്യയുടെ ബന്ധുവായ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയിൽ നിന്നാണ് സതീശൻ നമ്പൂതിരി താന്ത്രിക ചടങ്ങുകൾ അഭ്യസിച്ചത്. അച്ഛൻ ഇട്ടിരവി നമ്പൂതിരിയിൽ നിന്ന് പൂജകൾ പഠിച്ചു. ഇത്തവണ മേൽശാന്തിയാവാൻ 57 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് 7 അപേക്ഷകൾ തള്ളി 50 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. 48 പേരാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരായത്. ക്ഷേത്രം വലിയ തന്ത്രി ചേനാസ് നാരായണ നമ്പൂതിരിപ്പാട്, തന്ത്രിമാരായ ചേനാസ് ഹരി നമ്പൂതിരിപ്പാട്, ചേനാസ് സതീശൻ നമ്പൂതിരിപ്പാട് എന്നിവരുമായി തന്ത്രിമഠത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 46 പേർ യോഗ്യത നേടി. യോഗ്യത നേടിയവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലിട്ട ശേഷം ഇപ്പോഴത്തെ മേൽശാന്തി ഹരീഷ് നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നയുടനെ നമസ്കാര മണ്ഡപത്തിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ്. ക്ഷേത്രത്തിൽ 12 ദിവസത്തെ ഭജനത്തിന് ശേഷം മാർച്ച് 31 രാത്രി അത്താഴപൂജയ്ക്ക് ശേഷമാണ് പുതിയ മേൽശാന്തി സ്ഥാനമേൽക്കുക. ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് മേൽശാന്തിയുടെ കാലാവധി. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KP ധനപാലൻ എരവിമംഗലത്തുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ വസതി സന്ദർശിച്ചു. MP വിൻസെന്റ് MLA, KPCC സെക്രട്ടറി MR രാമദാസ്, മറ്റ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ എന്നിവർ ധനപാലനോടൊപ്പം ഉണ്ടായിരുന്നു. അഴീക്കോടിന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് ധനപാലനെ സ്വീകരിക്കാനെത്തിയിരുന്നു. അഴീക്കോടിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും കണ്ട ശേഷമാണ് ധനപാലൻ മടങ്ങിയത്. ഇനി ജനവിധി. ആദ്യം ഇലക്ഷൻ ഫ്ലാഷ് ബാക്കിലേക്ക്. മുദ്രാവാക്യങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ വിരോചിതമായ വാമൊഴികളും വായ്ത്താരികളുമാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ആവേശവും ആരവവും വിളംബരം ചെയ്യുന്ന മുദ്രാവാക്യങ്ങളുടെ കാവലാളായി മാറുകയാണ് വിൻസെന്റ് പുത്തൂർ എന്ന പൊതുപ്രവർത്തകൻ. പഴയ സോഷ്യലിസ്റ്റ് ചിന്തകനായ വിൻസെന്റ് എന്ന പൊതുപ്രവർത്തകനെ പഴയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ ചരിത്രവും രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമെല്ലാം മനപ്പാടമാണ്. CHന്റെ തലയിൽ ഞങ്ങൾ അയ്യാറെട്ട് മുളപ്പിക്കും. കൊച്ചങ്ങാടി ഹർഷല് ചെയ്തൊരു ധിക്കാരം കണ്ടു, പാപ്പാളി പീപ്പിളിയൂതി പരക്കത്തല്ലി. പട്ടിണിയാണിനി കേരള നാട്, പട്ടണ ചുട്ടൊരു സർക്കാരെ. മികച്ച രാഷ്ട്രീയ നിരീക്ഷകനായ ഈ പൊതുപ്രവർത്തകൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ജീവിക്കുന്ന നിഘണ്ടുവാണ്. വിമോചന സമരകാലത്താണ് കേരളത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്ക് ഏറെ വളക്കൂറ് പകർന്നതെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. തെക്ക് തെക്കൊരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന EMS എന്ന് പറയുന്ന മുദ്രാവാക്യം. കൂട്ടിക്കെട്ടിയ മുക്കടി കണ്ടി കൂറ്റൻ ചെങ്കൊടി താഴില്ല, ഗൗരിച്ചോത്തിയെ വേലി കഴിച്ചൊരു റൌഡിത്തൊമ്മ സൂക്ഷിച്ചോ. പുന്നപ്പറ എന്നൊരു വയലിലെ കമ്മ്യൂണിസം എന്ന വിത്ത് വിതച്ച് വയലാറെന്നൊരാറിന്ന് തേവി നനച്ചൊരു കമ്മ്യൂണിസം തൊട്ടുകളിക്കല്ല കോൺഗ്രസ്സേ. ചുടുവയിലേറ്റ് തളർന്നവനും ചുമട് വലിച്ചു വളഞ്ഞവനൊക്കെ വളർത്തിയെടുത്ത പാർട്ടിയാണെന്നൊക്കെ കൺമണി പോലത് സൂക്ഷിക്കും എന്നൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ വളരെ ആവേശപൂർവ്വം വിളിക്കാറുണ്ട്. കാർഷിക സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചേറ്റുപുഴ സ്വദേശിയായ ഇദ്ദേഹം ഒരു സോഷ്യലിസ്റ്റിന്റെ നിരീക്ഷണങ്ങൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഓരോ മുദ്രാവാക്യത്തിന്റെയും പശ്ചാത്തലവും പ്രത്യേകതയുമെല്ലാം ഈ സോഷ്യലിസ്റ്റ് പ്രവർത്തകന്റെ ഓർമ്മയിലുണ്ട്. വിമോചന സമരകാലം കഴിഞ്ഞാൽ 67-ലെ തെരഞ്ഞെടുപ്പ് കാലത്താണ്
ഏറെ മുദ്രാവാക്യങ്ങൾ പിറന്നതെന്നും ഇദ്ദേഹം പറയുന്നു. ഭൂവർണ്ണക്കൊടി കൈകളിലേന്തി ടിയോബാവ നയിക്കും ജാഥ, ആരു ചെറുക്കും ആരു തകർക്കും, കഞ്ഞിങ്കലവും ചൂണ്ടിക്കാട്ടി വോട്ടുകൾ തട്ടി പറിച്ചവരെ, നിങ്ങളുടെ ഭരണം വന്നപ്പോൾ കഞ്ഞിങ്കലവും കരയുന്നു, വോട്ടില്ലാതെ കരയുന്നു. കൂലിക്കാരെ വലിച്ചുമെരുക്കിയ ജാഥയല്ലിത് ഗോപാല, മണ്ണത്തപ്പ കുടവയറ, ഉച്ചക്കഞ്ഞി മറക്കല്ലേ. കോളേജ് സമരം നടന്ന സമയത്താണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ വിളിച്ച വളരെ പുരോഗമനപരമായൊരു മുദ്രാവാക്യം പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഏറ്റുവിളിച്ചു. അതാണ്, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ലിഖിത രൂപമില്ലാതെ വാമൊഴികളിലൂടെ പിറക്കുകയും പഴമൊഴി പോലെ വ്യാപകമാവുകയും ചെയ്യുന്ന ആവേശത്തിന്റെ അക്ഷരജാലകൾ പുതിയ കാലത്തിന് നഷ്ടമാകുകയാണ്. പഴയ മുദ്രാവാക്യങ്ങൾ പഴഞ്ചൊല്ലുകൾ പോലെ, വടക്കൻ പാട്ടുകൾ പോലെ ഒരു കാലത്തിന്റെ വീരഗാഥകളായി വിൻസെന്റിനെ പോലെയുള്ളവരുടെയും പഴയ തലമുറയുടെയും മനസ്സിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഉയരെടുക്കുകയാണ്. നാടാർ നാട്ടിൽ 10 ഔൺസ്, കേരള നാട്ടിൽ 6 ഔൺസ്. ഇതാണോ നിങ്ങളുടെ ദേശീയം? മറുപടി പറയൂ കോൺഗ്രസ്. കള്ളും കുപ്പി എറിഞ്ഞാലും ശരി കള്ളക്കാളെ കൂട്ടില്ല. തല്ലും ജയിലും പൊതുരംഗത്ത് പുല്ലായി മാറ്റിയ മേച്ചേരി, കീറിപ്പോട്ടെ മണലൂരി. ഇനി ജനഹിതം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയുള്ള TCBയുടെ ജനഹിതം 2014 സ്വാഗതം. തൃശൂർ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ തേടിയുള്ള യാത്രയിലേക്ക്. വണ്ടികൾ വർദ്ധിക്കുന്നു, അതിനനുസരിച്ചിട്ട് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഇല്ല. അതുപോലെ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെ പരിമിതമാണ്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. അല്ല, ഏത് MP വരികയാണെങ്കിലും വികസന പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടു നടക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ വികസനമായി മാറുള്ളൂ. ആര് ജയിച്ചു വന്നാലും റോഡ് വികസനം വളരെയധികം പരിമിതമായിട്ട് കിടക്കുന്നത്. ആ റോഡിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലേ റോഡിന്റെ വികസനം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. റോഡിന്റെ വികസനത്തിന് മാത്രമായിട്ട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്തിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ് നമ്മൾക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതും വല്ലപ്പോഴെങ്കിലും ജനങ്ങളായിട്ട് സംവദിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ പാർലമെന്റിൽ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏത് MP ആയാലും ഏത് രാഷ്ട്രീയക്കാരായാലും ആ ജനങ്ങളായിട്ട് നിരന്തരം ബന്ധപ്പെടണം. അതും തന്നെയല്ല, ഈ തൃശ്ശൂരിന്റെ പുരോഗതിക്ക് വേണ്ടി റെയിൽവേയുടെ സൗകര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കണം. അതേപോലെ തന്നെ വെള്ളത്തിന്റെ സൗകര്യങ്ങൾ, കുറച്ച് പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇതൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിലേക്ക് ഇനി ഒരു പുതിയ MP-ക്ക് കഴിയുമാറാകട്ടെ. MP പറയുന്ന രീതിയിലേക്ക് ചെയ്യാൻ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു MP വരണം എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരന്റെ ആവശ്യവും ആഗ്രഹവും. നമ്മളെപ്പോലുള്ള വിഡ്ഢികളാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഏതാണോ സ്ഥാനാർത്ഥി നോക്കുക, നല്ല സ്ഥാനാർത്ഥി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ നോട്ട പോലെ ഇവരെ ആരും പറ്റാത്ത തരത്തിലുള്ള വോട്ട് ചെയ്യാനായിരിക്കും ഇവിടെയുള്ള സാധാരണക്കാർ തയ്യാറാവുന്ന എന്നെ പോലുള്ളവരുടെ. പിന്നെ കാശുള്ളവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, പാവപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വീട് വയ്ക്കാൻ തന്നെ ഒരു സ്ഥലമില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ റോഡിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ കണ്ടമാനം വണ്ടിയുള്ളപ്പോൾ റോഡ് വീതി കൂട്ടാനും അതിനൊക്കെയുള്ള ഇതുണ്ട്. പക്ഷെ ഇവരതിൻ്റെതായ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. സ്വാർത്ഥത വെടിഞ്ഞിട്ടുള്ള നേതാക്കന്മാരും MP-മാരും MLA-മാരും മന്ത്രിമാരും നമ്മുടെ രാജ്യത്തുണ്ടാവണം. ജനങ്ങളുടെ അഭിപ്രായം, ജനങ്ങൾ എന്താണോ വികസനത്തിന് ആഗ്രഹിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു വികസനത്തിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യലല്ല വേണ്ടത്. ഇനി നേതൃസ്വരം. നവസാമ്പത്തിക നയങ്ങൾക്കെതിരെയും വിലക്കയറ്റത്തിനെതിരെയും അഴിമതിക്കെതിരെയും മുദ്രാവാക്യമുയർത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി CN ജയദേവൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വികസന അജണ്ട നേതൃസ്വരത്തിൽ പങ്കുവയ്ക്കുന്നു. ടോൾ വിഷയത്തിന് ഉടനെ ഒരു ബദലുണ്ടാകണമെങ്കിൽ ദേശീയ തലത്തിൽ ഗവൺമെന്റ് മാറണം, എങ്കിലേ കഴിയൂ. കാരണം BOT വ്യവസ്ഥ ഇല്ലാത്ത ഒരു റോഡ് നിർമ്മാണ സംവിധാനം ഇന്ത്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ മാറണം.
ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കരണങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ടോൾ സമ്പ്രദായം ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രായോഗികമല്ല അത്. കാരണം അച്യുതാനന്ദ ഗവൺമെന്റ് അതിന് ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടതാണ്. പക്ഷെ ടോളിന്റെ നിരക്കുകൾ ഇനി വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള സമരമാണ് ഇപ്പോൾ ഫലത്തിൽ നടക്കുന്നുള്ളൂ. ആ സമരത്തിൽ എന്നും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞ 3 കേസുകൾ എന്റെ പേരിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില റെയിൽവേ മേഖലയിൽ പ്രത്യേകിച്ചും ഓവർബ്രിഡ്ജുകളുടെ പ്രശ്നം തന്നെയാണ്. ഗുരുവായൂർ ഒരു ദിവസം 12 തവണ ഗേറ്റ് അടയ്ക്കും എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ഇപ്പോൾ ഒരു ഗുരുവായൂരിന്റെ സ്ഥിതി? അതിന് പ്രാമുഖ്യം നൽകണം. അത് ഏത് വിധത്തിലായാലും നടപ്പിലാക്കണം. കോൾ വികസനമായിട്ടുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് കഴിഞ്ഞ ലെഫ്റ്റ് ഗവൺമെന്റാണ്. അതിന് മുന്നിൽ നിന്നിരുന്നത് ഏറ്റവും കൂടുതൽ കോൾ ലാൻഡ്സ് ഉള്ള അന്നത്തെ ചേർപ്പ് മണ്ഡലത്തിന്റെ MLA ആയിരുന്ന VS സുനിൽകുമാറാണ്. അത് കാർഷിക സർവകലാശാലയിലെ സയന്റിസ്റ്റുകളുമായി സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് ഇന്ന് അറിയപ്പെടുന്ന സമഗ്ര കോൾ വികസന പദ്ധതി. ആ പദ്ധതിക്ക് ഇന്ന് വരെ എന്റെ അറിവിൽ 10 പൈസ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ചെലവിട്ടിട്ടില്ല. ആ പൈസ വേണ്ട രൂപത്തിൽ ലഭിക്കാനും അത് ചെലവിടാനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കായിരിക്കും ഞാൻ പ്രാമുഖ്യം നൽകുന്നത്. ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ ഓൾ ഇന്ത്യ അസോസിയേഷൻ ഓഫ് ചിറ്റീസ് ഫണ്ട്സ് പ്രസിഡന്റ് VC പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AP ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PD ജോസ്, ജനറൽ സെക്രട്ടറി ഡേവിസ് കണനായ്ക്കൽ, പ്രൊഫസർ KK രവി, തോമസ് കൊള്ളന്നൂർ, ബേബി മൂക്കൻ, VT ജോർജ്, TV പോൾ, CL ഇഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ സ്വകാര്യ ചിട്ടി വ്യവസായത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക നടപടികൾക്കെതിരെ അസോസിയേഷൻ ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് മുന്നോടിയായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ചിത്രമോഹനെയും സുന്ദരിയെയും രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കാറുണ്ട്. വോട്ടിനേക്കാൾ ഇവരുടെ ശബ്ദത്തിലാണ് പാർട്ടികളുടെ നോട്ടം. ഒരു ഗൃഹാതുരത്വം പോലെ മറന്നുപോയ യഥാർത്ഥ ജനാധിപത്യ ഭരണം വീണ്ടും ഈ മണ്ണിൽ പുനർജനിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. 40 വർഷമായി ചിത്രമോഹന്റെ ശബ്ദം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴങ്ങാൻ തുടങ്ങിയിട്ട്. ചിത്രമോഹന്റെ ഭാര്യ സുന്ദരി അനൗൺസ്മെന്റിന് ശബ്ദം നൽകാൻ ആരംഭിച്ചിട്ട് 30 വർഷവുമാകുന്നു. കണിമംഗലം വലിയാലിക്കലിൽ താമസിക്കുന്ന ഈ ദമ്പതികളെ ശബ്ദത്തിലൂടെ പലരും തിരിച്ചറിഞ്ഞെന്നു വരും. പക്ഷേ എന്നും അണിയറയിൽ നിന്നിട്ടുള്ള ഇവരെ കണ്ടാൽ ആരും അറിഞ്ഞെന്നു വരില്ല. കാറിന് മുകളിൽ കെട്ടിവെച്ച കോളാമ്പിയിൽ നിന്ന് ചിത്രമോഹന്റെ ശബ്ദം മുഴങ്ങാൻ ആരംഭിച്ചിട്ട് 40 വർഷം കഴിഞ്ഞു. ഘനഗംഭീരമായ ശബ്ദത്തിൽ വിവിധ കക്ഷികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കും. അനൗൺസ്മെന്റുകൾ പിന്നീട് റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ചിത്രമോഹൻ ഭാര്യ സുന്ദരിയെയും കൂടെ കൂട്ടിയത്. പ്രായത്തിന്റെ അവശതയുണ്ടെങ്കിലും മൈക്ക് കയ്യിലെടുത്താൽ ചിത്രമോഹന് ആവേശപൂർവ്വം വാക്കുകൾ വരും. അദ്ദേഹത്തിന്റെ ഭാര്യ സുന്ദരിക്കുമതി. ജനാധിപത്യ ഭരണം ഈ മണ്ണിൽ പുനർജനിക്കുവാൻ ആർക്കും അലോസരമില്ലാതെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി നാളെ പുലരുന്ന പ്രഭാതം നിങ്ങളുടേതാക്കി മാറ്റുക. അനൗൺസ്മെന്റിന് ഇരുവർക്കും തങ്ങളുടേതായ രീതികളുണ്ട്. ക്ലീഷേ ആയ വാക്കുകൾ പറയില്ല. മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് അപമര്യാദയായും പറയില്ല. 40 വർഷങ്ങളായി ഞാൻ ഈ പ്രചാരണ രംഗത്തുണ്ടെങ്കിലും ഒരു ഫോർമാറ്റിന്റെ പിന്നാലെ പോകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ആർക്കും മനസ്സിൽ വേദനിപ്പിക്കാതെ, ആരെയും ബൂസ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ വ്യക്തമായി അവരുടെ മനസ്സിലേക്ക് കടത്തിവിടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാനൊരു പുതിയ സംസ്കൃതി ഉണ്ടാക്കിയെടുത്തത്. പഴയ സ്റ്റൈലിലുള്ള ഒരു പ്രയോഗങ്ങളും ഞാൻ ചെയ്യാറില്ല. എൻ്റേതായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടേഴ്സിനോടും വോട്ട് യാചിക്കുന്ന മാതിരി റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ സ്നേഹപൂർവ്വം അവരോട് പറയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മാത്രമല്ല പരസ്യചിത്രങ്ങൾക്കും ഈ ദമ്പതികൾ ശബ്ദം നൽകാറുണ്ട്. നാടക നടൻ കൂടിയാണ് ചിത്രമോഹൻ. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സ്വന്തം ശബ്ദം സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ഈ ദമ്പതികൾ ഇന്നും അനൗൺസ്മെന്റ് രംഗത്ത് സജീവമാണ്. TCV തൃശൂർ. നിരവധി മോഷണ കേസുകളിലെ പ്രതികളായ 2 പേരെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വരടിയം സ്വദേശി കുണ്ടുകാട് വീട്ടിൽ അനീഷ്, കുന്നത്തങ്ങാടി സ്വദേശി വെട്ടിക്കാട്ടിൽ സുരേഷ് എന്നിവരെയാണ് വെസ്റ്റ് SI VC സൂരജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അയ്യന്തോൾ സിവിൽ ലൈൻ റോഡിലൂടെ നടന്നുപോവുകയായിരുന്ന ചിറ്റിലപ്പള്ളി സ്വദേശി സൈമന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും മറ്റും മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്.
അറസ്റ്റിലായ പ്രതികൾക്ക് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി എന്നിവ നടത്തിയതിന് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അഡീഷണൽ എസ്ഐ KR ജെയിംസ്, SI ജോസഫ് സീനിയർ പോലീസ് ഓഫീസർമാരായ TD ബിജു, KA തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, ടോണി എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. മുംബൈ ഭാരതീയ വിദ്യാഭവന്റെ കീഴിലുള്ള ഭവൻസ് സ്കൂൾ കാഞ്ഞാണി അടുത്ത അധ്യയന വർഷത്തിലേക്ക് നവാഗതരെ സ്വാഗതം ചെയ്യുന്നു. 1938 പ്രമുഖ ഗാന്ധിയനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കുലപതി KM മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവന് രൂപം നൽകിയത്. ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി കേന്ദ്രങ്ങൾ ഭാരതീയ വിദ്യാഭവനുണ്ട്. ഭാരതീയ വിദ്യാഭവന്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 30ഓളം സ്കൂളുകളിൽ ഒന്നായ കാഞ്ഞാണിയിലെ വിദ്യാലയവും മികവിന്റെ പാതയിലാണ്. CBSEയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളുടെ പട്ടികയിലാണ് കാഞ്ഞാണിയിലെ സ്കൂളും എന്നത് ഇതിന് നേർസാക്ഷ്യമാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകളിലും കലാകായിക രംഗത്തും ഭാരതീയ വിദ്യാഭവൻ നേട്ടങ്ങൾ ആവർത്തിക്കുന്നു. CBSE അനുശാസിക്കുന്ന വിദ്യാർത്ഥികൾക്കാവശ്യമായ എല്ലാവിധ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സംസ്കാരവും നന്മയും സമൂഹത്തിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഭാരതീയ വിദ്യാഭവന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണ്. കേരള പ്രദേശ് പ്രവാസി റിട്ടേണീസ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കൺവെൻഷൻ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P. കുഞ്ഞിമൊയ്തു അധ്യക്ഷത വഹിച്ചു. തരമ്പൽ രാമകൃഷ്ണൻ MLA, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് V. ബലറാം, MP ജാക്സൺ, KPCC സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. UDF നേതൃയോഗം തൃശൂർ DCC ഓഫീസിൽ ചേർന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷനായിരുന്നു. MLAമാരായ അഡ്വക്കേറ്റ് തരമ്പൽ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, PA മാധവൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ധനകാര്യ സ്ഥാപനമായ PACL നിക്ഷേപകർക്ക് പണം നൽകുന്നില്ലെന്ന് ആരോപണം. പണം നൽകുന്നില്ലെന്ന് ആരോപിച്ച് ചില നിക്ഷേപകർ കൊക്കാലയിലുള്ള PACL ഓഫീസിൽ ബഹളമുണ്ടാക്കി. ഏറെ നേരത്തെ ബഹളത്തിന് ശേഷം പിരിഞ്ഞു പോവുകയായിരുന്നു. പല നിക്ഷേപകർക്കും പണം നൽകുന്നില്ലെന്നും ചെക്കുകൾ മടങ്ങുന്നുണ്ടെന്നും ആണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. നിരവധി തവണ ഓഫീസിൽ കയറിയിറങ്ങിയിട്ടും പണം ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ചേരുംകുഴി പള്ളിയിലെ ഇടവക മധ്യസ്ഥനായി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 7 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം വെഞ്ചരിപ്പ് നടക്കും. തുടർന്ന് ഊട്ടുഭക്ഷണ വിതരണം ആരംഭിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് പറവട്ടാൻ ഇടവക വികാരി ഫാദർ സജീവ് ഇമ്മട്ടി മുഖ്യ കാർമ്മികനാകും. മുളയം മേരിമാത മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ ചാക്കോ നടക്കുവലിയിൽ തിരുനാൾ സന്ദേശം നൽകും. വികാരി ഫാദർ ഡൊമിനി ചാഴൂർ, ജനറൽ കൺവീനർ ജോജി കുന്നത്ത്, കൈക്കാരന്മാരായ തോമസ് കുറ്റിക്കോട്ടയിൽ, അവിര പാരിക്കിലാത്ത്, സുബോധ് ഐനിക്കൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഭാരത് ഊഷദ് സോപ്പ് വിപണിയിൽ ശ്രദ്ധേയമാകുന്നു. അതിവിദഗ്ധരായ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഭാരത് ഊഷദ് സോപ്പ് നിർമ്മിക്കുന്നത്. ഭാരത് ഹെർബൽസിൽ തന്നെ നട്ടുവളർത്തുന്ന ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചാണ് ഊഷദ് സോപ്പ് നിർമ്മിക്കുന്നത്. വളരെ സൂക്ഷ്മമായി കൃത്യതയാർന്ന നിർമ്മാണ രീതിയാണ് ഊഷദ് സോപ്പിന്റേത്. ചർമ്മ സംരക്ഷണത്തിന് ഉത്തമമായ ഭാരത് ഊഷദ് സോപ്പ് ആവശ്യാനുസരണം ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കും. കൂടാതെ പച്ചിലകൾ ചേർത്തുണ്ടാക്കുന്നതിനാൽ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9037425650 9745397345. UDF സ്ഥാനാർത്ഥികളെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ RSP തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. RSP പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായുള്ള വെളിപ്പെടുത്തൽ അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇടതുമുന്നണി CPM മാത്രമായി അവശേഷിക്കുമെന്നും യോഗം വിലയിരുത്തി. ജില്ലാ സെക്രട്ടറി KM അനിൽകുമാർ, VP പ്രസാദ്, MP ജോബി, KJ ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും പാവർട്ടിയിലേക്ക് ടോറസ് ലോറി ഓടിച്ചെത്തിയ വനിതാ ഡ്രൈവർ കൗതുകമായി. നാഗ്പൂർ അമരാവതിയിൽ നിന്നും ഓറഞ്ചുമായി പാവർട്ടിയിലെ VKG വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന കടയിലെത്തിയതായിരുന്നു ഈ വനിതാ ഡ്രൈവർ. സേലം ശങ്കഗിരി സ്വദേശിയായ G. സെൽവമണിയും ഭർത്താവ് ഗോപാലുമാണ് തുടർച്ചയായി 1700 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് പാവർട്ടിയിൽ എത്തിയത്. വലിയൊരു കടബാധ്യത ഉണ്ടായിരുന്ന ഭർത്താവ് ഗോപാലിനെ സഹായിക്കാനാണ് ജിസെൽവമണിലെ ഡ്രൈവിംഗ് പഠിച്ചത്. ഈ കടബാധ്യതകൾ വീട്ടുകയും ടോറസ് ലോറി സ്വന്തമാക്കുകയും ചെയ്തു. ഇരുവർക്കും സമ്മാനങ്ങൾ നൽകിയാണ് കച്ചവട ഉടമ ഇവരെ യാത്രയാക്കിയത്.
തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ 4ാം ദിവസം ചാക്യാർകൂത്തും കഥകളിയും അരങ്ങേറി. അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെ നേതൃത്വത്തിലാണ് ചാക്യാർകൂത്ത് അരങ്ങേറിയത്. പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന്റെ നേതൃത്വത്തിലായിരുന്നു കഥകളി. തിരുവമ്പാടി കണ്ണന് മുന്നിൽ ധർമ്മപുത്രനായാണ് ഗോപിയാശാൻ എത്തിയത്. സമൂഹത്തിൽ സമഗ്രമായ വിപ്ലവമുണ്ടാക്കാൻ കവി വിചാരിച്ചാൽ മാത്രം സാധിക്കില്ലെന്നും പക്ഷേ ചിലതൊക്കെ ഓർമ്മപ്പെടുത്താൻ കഴിയുമെന്നും കവി മുരുകൻ കാട്ടാക്കട പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം ഉല്ലൂക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കവിതയുടെ വിത്തും കൊയ്ത്തും കവി മുരുകൻ കാട്ടാക്കടയ്ക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സൈബർ യുഗത്തിൽ മലയാളികൾ ഭാഷയെ മറക്കുകയാണെന്നും നാളെയുടെ തലമുറ മലയാള ഭാഷയെ മനസ്സിലാക്കുന്ന കാലം വരുമെന്നും മുരുകൻ കാട്ടാക്കട അഭിപ്രായപ്പെട്ടു. മണ്ണുത്തി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് നിരൂപകൻ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MM അവറാച്ചൻ, കവികളായ അഗസ്റ്റിൻ കുട്ടനല്ലൂർ, നാസർ കുന്നത്തുങ്കര, പൊതുപ്രവർത്തകൻ ഫ്രാൻസിസ് താടിക്കാരൻ, CR ദാസ്, ഡോക്ടർ PV പ്രഭാകരൻ, കുഞ്ഞമ്പു നായർ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്ക, രേണുക എന്നീ കവിതകൾ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ ആവശ്യപ്രകാരം കവി കാട്ടാക്കട ആലപിച്ചു. തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വൃക്ക പകുത്തു നൽകി ഫാദർ ആന്റണി കുരുതുകുളങ്ങര ദൈവഹിതം നിറവേറ്റി. വിദ്യാർത്ഥിയായ വൈക്കം സ്വദേശി രഞ്ജു രവീന്ദ്രനാണ് ഫാദർ ആന്റണി കുരുതുകുളങ്ങര തന്റെ വൃക്ക ദാനം ചെയ്തത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. തിരുവില്ലാമല സെന്റ് ജോർജ് പള്ളി വികാരിയും ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ ആന്റണി കുരുതുകുളങ്ങര ദൈവനിയോഗമായാണ് വൃക്കദാനത്തെ കാണുന്നത്. ഒരു വർഷം മുമ്പാണ് തന്റെ 2 വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാൻ യുവവൈദികനായ ഫാദർ ആന്റണി തീരുമാനിച്ചത്. ഇതിനുവേണ്ടി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിനെ നേരിൽ കണ്ട് ഇതിനുവേണ്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. കുടുംബാംഗങ്ങളുടെ സമ്മതം കൂടെ ലഭിച്ചതോടെ അനുയോജ്യനായ ഒരാൾക്ക് തന്റെ വൃക്ക പകുത്തു നൽകി. വലിയ നോമ്പിന്റെ വിശുദ്ധി കാത്ത് പരിപാലിച്ചിരിക്കുകയാണ് യുവവൈദികൻ. സ്വന്തം ഇടവകയായ എറവ് കപ്പൽ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ച ശേഷമാണ് അച്ഛൻ വൃക്കദാനത്തിനായി യാത്രയായത്. പോലീസ് അക്കാദമിയിൽ നിന്ന് പോലീസുകാരനെ കാണാതായതായി പരാതി. ചേർത്തല സ്വദേശി ഷൈനിനെയാണ് കാണാതായതായി പോലീസ് അക്കാദമി അധികൃതർ വിയൂർ പോലീസിൽ പരാതി നൽകിയത്. വിയൂർ പോലീസ് കേസെടുത്തു. ദന്ത ഡോക്ടർമാരുടെ സംഘടനയായ കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോന്റിക് സൊസൈറ്റി ഓഫ് കേരളയുടെ 12ാമത് അർദ്ധവാർഷിക സമ്മേളനവും 4ാമത് PG കൺവെൻഷനും തൃശൂരിൽ നടന്നു. അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് സിംഗ് കൌർ ഗോസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രശാന്ത് ധനപാൽ, ഡോക്ടർ ഗണേഷ്, ഡോക്ടർ ഷരാസ് ചന്ദ്ര റെഡ്ഡി, ഡോക്ടർ ജോജോ കാട്ടൂർ, ഡോക്ടർ വാസുദേവ് ബലാൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ നായർ, ഡോക്ടർ രവിവർമ്മ, ഡോക്ടർ ബിജു P ബാബു എന്നിവർ സംസാരിച്ചു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 100ൽ നിന്ന് 150 ഉയർത്തണമെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. PM മാധവൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. KP ധനപാലൻ MP, തരമ്പിൽ രാമകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, AM കൃഷ്ണൻ, രാജേന്ദ്രൻ അരങ്ങത്ത്, E ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവല്ലറി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 2830 രൂപ, വെള്ളി 10 ഗ്രാമിന് 480 രൂപ, തങ്കം ഗ്രാമിന് 3030 രൂപ. വാർത്തകൾ അവസാനിക്കുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. BJPക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്ന ജീർണവസ്തുവായി കോൺഗ്രസ് മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. ജനദ്രോഹ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസും BJPയും ഒറ്റക്കെട്ടാണെന്നും ബേബി ജോൺ. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികൾ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ പോലും അംഗീകരിക്കാനാവാത്ത നേതാക്കളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളതെന്ന് UDF സ്ഥാനാർത്ഥി KP ധനപാലൻ. വികസന കാര്യങ്ങളാണ് ചർച്ച നടത്തിയതെന്ന് LDF സ്ഥാനാർത്ഥി ജയദേവൻ. പെരിഞ്ഞനത്ത് കാട്ടൂർ സ്വദേശി നവാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 8 പേർ അറസ്റ്റിൽ. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്. പ്രമുഖ വാദ്യമേള കലാകാരൻ തൃപ്പേക്കുളം അച്യുതമാരാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന്.
കുന്നംകുളത്തെ പ്രാദേശിക ചാനലായ CCTVയുടെ കൂനമ്മൂച്ചി മറ്റം പന്നിശ്ശേരി മേഖലകളിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ കുത്തക കമ്പനിയാണെന്ന് COA.